കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കാലുകൾ ഇടരാതെ കാരുണ്യവാൻ കാത്തുകൊള്ളും കരുണയോടനുദിനവും ലോകം നിന്നെ പകച്ചിടുമ്പോ ലോകസ്നേഹം മാറിയിടുമ്പോ ലോകസ്ഥാപനം ലോകത്തിൽ എന്നെ കണ്ടു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കാലുകൾ ഇടരാതെ കാരുണ്യവാൻ കാത്തുകൊള്ളും കരുണയോടനുദിനവും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവന്ദനം അറിയിക്കുന്നു. അത് നമ്മുടെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവിൻ്റെ പുസ്തകം 51 അധ്യായം അതിൻ്റെ 1 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഒരു രാജാവ് തൻ്റെ സേനാനായകനുമൊത്ത് കടൽ തീരത്തുകൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കടലിലെ ഓളങ്ങളുടെ മനോഹരത കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോയപ്പോൾ കുറേ സ്ത്രീകൾ അവിടെ കൊഞ്ചു വിൽക്കുന്നത് കണ്ടു. അവരിലൊരു സ്ത്രീയെ രാജാവിന് ഇഷ്ടപ്പെട്ടു. അവളെ വിളിപ്പിച്ചു. രാജാവ് തൻ്റെ ഇംഗിതം അവളെ അറിയിച്ചു. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടു. കൊഞ്ചു പറ്റിരുന്ന അവൾ വേഗം പോയി കുളിച്ച് വസ്ത്രം മാറി രാജാവിനൊപ്പം പോയി. കൊട്ടാരത്തിൽ ചെന്ന ശേഷം അവൾക്ക് വിശേഷ വസ്ത്രങ്ങൾ നൽകി അണിയിച്ചൊരുക്കി രാജാവിൻ്റെ കൊട്ടാരത്തിലെ രാജ്ഞി അവളായിത്തീർന്നു. ചില വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാജാവ് വിചാരിച്ചു, ഇവളെ കടൽപ്പുറത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണല്ലോ. അതിനുശേഷം അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല. അതിനാൽ അവളെയും കൂട്ടി ഒരു യാത്ര രാജാവ് നിശ്ചയിച്ചു. ദിവസം കണ്ടെത്തി. രാജാവിനൊപ്പം കുതിരപ്പുറത്ത് അവളും ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് അവളെ വിളിച്ചത്? അതേ സ്ഥാനത്തെത്തിയപ്പോൾ കൊഞ്ചു വിൽപ്പനക്കാർ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. കൊഞ്ചു വിൽക്കുന്നവരെ കണ്ടിട്ട് അവൾ രാജാവിനോട് ചോദിച്ചു, രാജാവേ, ഇവർ കൊഞ്ചിനെ പിടിച്ച ശേഷമാണോ വളച്ചു വയ്ക്കുന്നത്? രാജാവിൻ്റെ ഉള്ളത്തിൽ ചിന്ത ആരംഭിച്ചു. ഒന്നുമില്ലാത്തവളായി കൊഞ്ചും വിറ്റ് ജീവിച്ച് ഇവൾക്ക് രാജ്ഞിയുടെ പദവി വരെ ലഭിച്ചപ്പോൾ അവൾ വന്ന വഴിയെ മറന്നുപോയി. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. ഒരു കാര്യം ചെയ്യുക, നീ ഇറങ്ങിച്ചെന്ന് അവളോട് വിവരം അറിഞ്ഞിട്ട് മടങ്ങി വരാൻ പറഞ്ഞു. അവളെ കുതിരപ്പുറത്തു നിന്ന് ഇറക്കിയിട്ട് അവൾ പോയ നേരം നോക്കി രാജാവ് കുതിരയെ തെളിയിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് അനേകരും ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആഴമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്നിരുന്ന നമ്മെ ക്രിസ്തുവിന് നമ്മോട് ദയയും കരുണയും തോന്നി അർഹിക്കാത്ത നന്മകളും പദവികളും ഒക്കെ നൽകി തന്നു ഉന്നത സ്ഥാനങ്ങളിലെത്തിച്ചു. എന്നാൽ ഭൂരിഭാഗം ആൾക്കാരും അവർ വന്ന വഴികളെ മറന്നുപോവുകയാണ്. ആര് സഹായിക്കും, ആര് തുണയായി ഉണ്ടാകും എന്ന് ചിന്തിച്ച് മനം തകർന്ന സന്ദർഭങ്ങളിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് നമ്മെ എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിച്ചു കഴിയുമ്പോൾ ഒരിക്കലും നിഗളം പാടില്ല. വന്ന വഴികളെ മറക്കരുത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുക. ആത്മീയ കോളത്തിലായാലും ലോകപരമായി നോക്കിയാലും 50 വർഷം മുമ്പ് ജീവിച്ച നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അറിയാം. 3 നേരവും വേണ്ട രീതിയിൽ ആഹാരം കഴിപ്പാനോ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുവാനോ നല്ല ഭവനങ്ങളിൽ പാർക്കുവാനോ നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുവാനോ വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലാതെ ഇരുന്നപ്പോൾ രാജാവിനെ പോലെ സ്വർഗീയ പിതാവിന് നമ്മോട് ഇഷ്ടം തോന്നി നമ്മെ തൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീർത്തു. എന്നാൽ അർഹിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും തന്ന് ഇത്രത്തോളം ജയത്തോട് നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാതെ പോയാൽ മുക്കവത്തിക്ക് സംഭവിച്ചതുപോലെ ആയിത്തീരും. ദൈവവചനം പറയുന്നത്, 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്നു, 4 നിമിത്തം അത് സഹിച്ചുകൂടാ. ദാസൻ രാജാവായാൽ അവൻ്റെ നിമിത്തവും ഭോഷൻ തിന്ന് തൃപ്തനായാൽ അവൻ്റെ നിമിത്തവും ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവൾ നിമിത്തവും. സദൃശവാക്യം 30-21-22 വാക്യങ്ങളാണ്. ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ദൈവമായ കർത്താവ്
ഏവരുടെയും ജീവിതത്തിൽ കൃപ ചെയ്യട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം.